പത്തനംതിട്ട കളക്ട്രേറ്റിൽ സർക്കാർ അനുകൂല സംഘടനയും സമരക്കാരും മുഖാമുഖം നിൽക്കുകയാണ്. സ്ഥിതി ശാന്തമാക്കാൻ പോലീസിന് ശ്രമമുണ്ട്. പ്രവീൺ പുരുഷോത്തമൻ ചേരുന്നു. പ്രവീൺ, എന്താണ് അവിടെ സംഭവിക്കുന്നത്? അരുൺ, ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട കളക്ട്രേറ്റിന് മുന്നിലാണ്. ഇപ്പോൾ ദൃശ്യത്തിൽ കാണാം, ഇപ്പോൾ കളക്ട്രേറ്റിന് മുന്നിൽ സമരാനുകൂലികളും ഒപ്പം തന്നെ സമരത്തെ എതിർത്തുകൊണ്ടുള്ള സർവീസ് സംഘടനകൾ തമ്മിൽ മുഖാമുഖം നിൽക്കുകയാണ്. ഇന്ന് ജോയിന്റ് കൗൺസിലിന്റെ നേതൃത്വത്തിലാണ് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സംസ്ഥാന വ്യാപകമായി സമരം നടത്തുന്നത്. പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കാനുള്ള സർക്കാർ തീരുമാനം നടപ്പിലാക്കുക, ഒപ്പം തന്നെ പഴയ പെൻഷൻ പുനഃസ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. ഇപ്പോൾ ദൃശ്യത്തിൽ കാണുന്നത് സമരത്തെ അനുകൂലിച്ചുകൊണ്ട് അല്ലെങ്കിൽ സമരം നടത്തുന്ന ആളുകളാണ്. പക്ഷേ എതിർവശത്ത് ഇപ്പോൾ സമരത്തെ എതിർത്തുകൊണ്ടുള്ള ജീവനക്കാർ എത്തിയിരിക്കുന്നു. ഇവർ രണ്ട് കൂട്ടരും തമ്മിൽ മീറ്ററുകൾ മാത്രമേ വ്യത്യാസമുള്ളൂ. ഒരു സംഘർഷം ഒഴിവാക്കാൻ പോലീസ് പരമാവധി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എതിർപക്ഷം ആരോപിക്കുന്നത് കളക്ട്രേറ്റിലെത്തി ജോലിക്ക് ഹാജരായ ശേഷം ഒപ്പിട്ട ശേഷം അവർ പുറത്തേക്ക് ഇറങ്ങി വന്ന് സമരം പൊളിക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു സംഘർഷ സാധ്യതയിലേക്കാണുള്ള കാര്യങ്ങൾ, ഒരു സംഘർഷത്തിലേക്കാണല്ലോ കാര്യങ്ങൾ പോകുന്നത്. സംഘർഷത്തിലേക്കല്ല കാര്യങ്ങൾ. നമ്മൾ ഇതുപോലൊക്കെ അവരെ NGO യൂണിയൻ ഇന്ന് പണിമുടക്കിലില്ല. അവർ പക്ഷേ ഇതുപോലെ ഇത്രയും സമയമായിട്ടും ഓഫീസിൽ ഒപ്പിട്ടിട്ട് വന്ന് ഈ പ്രകടനവുമായി ഇവിടെ നയിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ കണക്കാക്കുന്നത് അവർ ഈ പണിമുടക്കിന് അനുകൂലം തന്നെയാണ്. ഈ പണിമുടക്കിന് അവരും പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ പരിപാടി നടത്തുന്നതാണ് ഞങ്ങൾ തീരുമാനം. നിങ്ങൾ കളക്ട്രേറ്റിലേക്കാണല്ലോ സമരം നടത്തുന്നത്. വാതിൽ നിങ്ങളുടെ വഴി അടച്ചുകൊണ്ടാണോ അവർ നിൽക്കുന്നത്? അത് കളക്ട്രേറ്റിലോട്ട് ഞങ്ങളിപ്പോൾ പോകും. അതുകൊണ്ട് ഈ പണിമുടക്ക് ജീവനക്കാരും അധ്യാപകരും പങ്കെടുത്ത ഈ പണിമുടക്ക് ഗംഭീര വിജയം തന്നെയാണ്, ഒരു മാറ്റവുമില്ല. അരുൺ, ഇപ്പോൾ ഈ സമരത്തെ എതിർത്തുകൊണ്ട് വന്നിരിക്കുന്നവർ ഇപ്പോൾ നിങ്ങൾ ജോലിക്ക് ഹാജരായി ഒപ്പിട്ട ശേഷം വന്നു എന്നാണ് എതിർപക്ഷം ആരോപിക്കുന്നത്. ജോലിക്ക് വന്ന ശേഷം ഒപ്പിട്ട ശേഷം ഇവിടെ സമരം പൊളിക്കാൻ ശ്രമിക്കുന്നു. കേരളത്തിലെ സംസ്ഥാന ജീവനക്കാരും അധ്യാപകരും ഒരുപറ്റം സംഘടനകൾ ഇന്ന് നടത്തുന്ന രാഷ്ട്രീയ പ്രേരിത പണിമുടക്ക് പരാജയപ്പെടുത്തിക്കൊണ്ട് മുഴുവൻ ഓഫീസുകളും ഇന്ന് കേരളമാകെ തുടർന്ന് പ്രവർത്തിക്കുകയാണ്. നിങ്ങൾ ജോലിക്ക് ഹാജരായി ഒപ്പിട്ട ശേഷം ജോലിക്ക് ഹാജരാകാതെ ഇവിടെ സമരം പൊളിക്കാൻ നടത്തുന്നതാണ് പറയുന്നത്. പണിമുടക്കം ജീവനക്കാർ തള്ളിക്കളഞ്ഞു. ഈ സിവിൽ സർവീസിനെ സംരക്ഷിക്കുവാൻ വേണ്ടി കേരള NGO യൂണിയന്റെ നേതൃത്വത്തിൽ ആക്ഷൻ കൗൺസിലിന്റെ പ്രവർത്തകർ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോയി. അരുൺ, ഇപ്പോൾ ഈ സമരം തടയാൻ വന്നവരെ അവരുടെ എതിർപ്പ് മറികടന്നുകൊണ്ട് ഇപ്പോൾ ജോയിന്റ് കൗൺസിൽ, അതായത് സമരം ചെയ്യുന്നവർ ഇപ്പോൾ കളക്ട്രേറ്റിലേക്ക് മാർച്ച് നടത്തുകയാണ്. ഏതായാലും സമരത്തിന് അനുകൂലമല്ലാത്തവരെ ഈ പ്രകടനം തടയാനുള്ളൊരു ശ്രമമാണ് നടന്നത്. അതേസമയം തന്നെ ഈ ജോയിന്റ് കൗൺസിലും ഒപ്പം തന്നെ സമരം നടത്തുന്നവർ പറയുന്നത് കളക്ട്രേറ്റിൽ ഒരു വിഭാഗം ജോലിക്ക് എത്തിയ ശേഷം അവിടെ ഹാജർ രേഖപ്പെടുത്തിയ ശേഷം ജോലി സ്ഥലത്ത് നിന്നും പുറത്തിറങ്ങി തങ്ങളുടെ സമരത്തെ പൊളിക്കാൻ ശ്രമം നടത്തുന്നു എന്നാണ്. ഏതായാലും ഈ സമരത്തെ എതിർക്കുന്നവരുടെ അവരുടെ ആ ഒരു എതിർപ്പ് മറികടന്നുകൊണ്ട് കളക്ട്രേറ്റിലേക്ക് ഇപ്പോൾ പ്രകടനമായി അവർ പോവുകയാണ്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇന്ന് ജോയിന്റ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ സമരം നടത്തുന്നത്. പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കാനുള്ള സർക്കാർ തീരുമാനം നടപ്പിലാക്കുക, ഒപ്പം തന്നെ പഴയ പെൻഷൻ പുനഃസ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. ഈ ജോയിന്റ് കൗൺസിലിനോടൊപ്പം AKKSTU ഒപ്പം തന്നെ KGOF തുടങ്ങിയ സംഘടനകളും ഇന്ന് സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അതേസമയം CPM അനുകൂല സംഘടനയായിട്ടുള്ള NGO യൂണിയൻ ഈ സമരത്തിൽ നിന്നും വിട്ടുനിൽക്കുകയാണ്. അവർ ഈ സമരത്തെ തകർക്കാൻ ശ്രമിക്കുന്നു എന്നാണ് ഇപ്പോൾ സമരം നടത്തുന്നവർ പറയുന്നത്. ഏതായാലും പ്രകടനം ഇപ്പോൾ കളക്ട്രേറ്റിലേക്ക് പുരോഗമിക്കുകയാണ്. രണ്ട് കൂട്ടരെയും പിന്തിരിപ്പിക്കാൻ പത്തനംതിട്ട പോലീസ് സംഘം കളക്ട്രേറ്റിന് മുന്നിൽ ഉണ്ടായിരുന്നു. നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ NGO യൂണിയനിലാണ് പ്രവർത്തിച്ചിരുന്നത്. അവരിപ്പോൾ ജോയിന്റ് കൗൺസിലിലേക്ക് മാറിയോ? ജോയിന്റ് കൗൺസിലിലേക്ക് ഔദ്യോഗികമായിട്ട് മഞ്ജുഷ മാറിയിട്ടില്ല. പക്ഷേ സർക്കാരിനോടുള്ള കടുത്ത എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് അവർ ഇന്ന് ഈ ജോയിന്റ് കൗൺസിൽ നടത്തുന്ന സമരത്തിൽ നേരിട്ട് പങ്കെടുക്കുന്നില്ലെങ്കിലും ഈ പ്രകടനത്തിൽ അവരുടെ സാന്നിധ്യം ഇല്ലെങ്കിൽ പോലും അവരിന്ന് ജോലിക്ക് ഹാജരായിട്ടില്ല. ഇന്നലെ ജില്ലാ കളക്ടർക്ക് അവർ കത്ത് നൽകിയിരുന്നു. അതായത് ഈ സർക്കാരിനെതിരായിട്ടുള്ള ഈ ഒരു സമരം, ആ ഒരു സാഹചര്യത്തിൽ ഇന്ന് ജോലിക്ക് ഹാജരാകില്ല എന്ന് കാണിച്ച് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ ചോദ്യം വളരെ പ്രസക്തമാണ്. NGO അസോസിയേഷനിൽപ്പെട്ട
യൂണിയനിൽപ്പെട്ട ആളുകളും ജോയിന്റ് കൗൺസിലും അവിടെ സമരം ചെയ്യുന്നുണ്ട്. പക്ഷേ അപ്പുറത്തെ NGO യൂണിയനിൽപ്പെട്ട ആളുകൾ ഈ സമരം പൊളിക്കാൻ വേണ്ടി വന്ന് പ്രത്യഭിവാദികൾ എന്ന മട്ടിൽ, പ്രത്യഭിവാദ്യമല്ല, സമരത്തിനെതിരെയുള്ള മുദ്രാവാക്യങ്ങൾ വിളിക്കാൻ വന്നു. പക്ഷേ അവർ ഒപ്പിട്ടിട്ടാണ് ഓഫീസിന് പുറത്തിറങ്ങി നിന്ന് മുദ്രാവാക്യം വിളിക്കുന്നത്. അതാണ് NGO അസോസിയേഷൻകാർ ചൂണ്ടിക്കാണിച്ചത്. ആ ചോദ്യത്തിൽ അവർ കുടുങ്ങിപ്പോയി. അപ്പോൾ പ്രിയപ്പെട്ട